നിങ്ങളുടെ മുഖത്ത് ആദ്യമായിട്ട് വീണ ചുളിവ് ഓർമ്മയുണ്ടോ? ആദ്യത്തെ വര ഉണ്ടാകണമെന്നില്ല. കാരണം ഇവരുടെ ഒരു കടന്നുവരവ് വളരെ വളരെ പതുക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കാതെ പോകും. പിന്നീട് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോഴോ ഔചാരിതമായിട്ട് നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് നമ്മുടെ മുഖം കണ്ണാടിയിൽ കാണുമ്പോഴോ ആയിരിക്കും നമ്മളത് നോട്ടീസ് ചെയ്യുക. ശരിയല്ലേ? പോകെ പോകെ ഈ വരകളും ചുളിവുകളുമൊക്കെ വന്നു തുടങ്ങുമ്പോൾ, കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയാതെ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ടാകും. ഞാൻ പഴയതുപോലെ അല്ലാതായി തീർന്നിരിക്കുന്നല്ലോ, എൻ്റെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നല്ലോ, എൻ്റെ മുഖം ഒരുപാട് പ്രായമായി തീർന്നിരിക്കുന്നല്ലോ എന്ന്. നമ്മൾ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളും പോരാട്ടങ്ങളും അതിജീവിച്ചവരാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്വയം സംരക്ഷിക്കപ്പെടാതെ പോകുന്ന, അവഗണിച്ചു പോകുന്ന നമ്മളെക്കുറിച്ച് ഓർത്ത് ഒരു വേദനയുണ്ടാകും. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ നമ്മളെ നമുക്കൊന്ന് തിരിച്ചു പിടിക്കണ്ടേ? വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു റെറ്റിനോൾ സിറം തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചിട്ടാണ്. നമ്മുടെ മുഖത്തെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഡാർക്ക് സ്പോട്ടും ഒക്കെ നല്ല രീതിയിൽ കുറച്ചുകൊണ്ട് ഒരു റെറ്റിനോൾ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഹോം മെയ്ഡ് സിറം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഈ റെറ്റിനോൾ എന്ന് പറയുന്നത്? റെറ്റിനോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ഒരു ഡെറിവേറ്റീവാണ്. പ്രായം കൂടുമ്പോൾ നമ്മുടെ മുഖത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വരകളും പാടുകളും ചുളിവുകളും ഡാർക്ക് സ്പോട്ടും അൺഈവനായിട്ടുള്ള സ്കിൻ ടോണും മെച്ചപ്പെടുത്താനും ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ക്ലിനിക്കലി പ്രൂവനായ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. സോ ഇത് നമ്മുടെ ഏജിങ് സയൻസിനെ, അതായത് മുഖത്തെ പ്രായാധിക്യത്തിൻ്റെ അടയാളങ്ങളെ നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്യാനായിട്ടും നമ്മുടെ മുഖത്തെ യുവത്വത്തോടെ നിലനിർത്താനായിട്ടും വളരെയധികം സഹായിക്കുന്നതാണ്. ഈ റെറ്റിനോൾ സിറം നമ്മുടെ സ്കിന്നിൻ്റെ സർഫസിൽ, അതായത് ഉപരിതലത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നല്ല, മറിച്ച് ഇത് സ്കിൻ ലെയേഴ്സിൻ്റെ ആഴങ്ങളിലേക്ക് പെനട്രേറ്റ് ചെയ്തുകൊണ്ട് ഡെഡ് സെൽസിനെ പുറന്തള്ളി പുതിയ ഹെൽത്തി സെൽസ് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു. ഈ സെൽ ടേൺ ഓവർ പ്രോസസ്സ് കൊണ്ടാണ് നമ്മുടെ സ്കിന്ന് നല്ല ഈവൻ ടോണായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണപ്പെടുന്നത്. കൂടാതെ ഇത് കൊളാജൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനാൽ നമ്മുടെ മുഖത്തുള്ള ഫൈൻ ലൈൻസും റിങ്കിൾസും പിഗ്മെൻറ്റേഷനും ഒക്കെ കുറയ്ക്കാനായിട്ടും വളരെയധികം സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഈ റെറ്റിനോൾ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ആൻറ്റി ഏജിങ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പറയപ്പെടുന്നത്. ഈ റെറ്റിനോൾ സിറം വളരെയധികം ഇഫക്റ്റീവാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇത് കടയിൽ വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ അത് എല്ലാവർക്കും അഫോർഡബിൾ ആകണമെന്നില്ല. ഒരു ബ്രാൻഡഡ് റെറ്റിനോൾ സിറത്തിന് എന്തായാലും നല്ലൊരു വില കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അത് റെഗുലറായിട്ട് ഉപയോഗിക്കുവാനോ എല്ലാവർക്കും വാങ്ങിക്കുവാനോ സാധിക്കണമെന്നില്ല. അതുകൊണ്ടാണ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു റെറ്റിനോൾ ലൈക്ക് സിറം നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സിറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗാർഡൻ ക്രെസീഡ്സ് ആണ്. ഇതിനെ ഹാലിം സീഡ് എന്നും ആശാളി വിത്ത് എന്നും പറയാറുണ്ട്. വൈറ്റമിൻ എയും സിയും ഇയും ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ആശാളി വിത്ത് എന്ന് പറയുന്നത്. ഇതിൽ ഫൈബറും പ്രോട്ടീനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഡൈജഷനും അതേപോലെ തന്നെ വെയിറ്റ് മാനേജ്മെൻറ്റിനും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ എ കണ്ടന്റ് ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് സ്കിൻ റിപ്പയറിനും നമ്മുടെ മുഖത്തെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഇത് വളരെയധികം സഹായിക്കുന്നു. സോ നമ്മുടെ ഈ സിറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആശാളി വിത്താണ്. ഇനി അടുത്ത നമ്മുടെ ഈ സിറത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബാക്കുച്ചി ഓയിലാണ്. ബാക്കുച്ചി ഓയിൽ എന്ന് പറയുന്നത് ഒരു ആയുർവേദ നാച്ചുറൽ ഓയിലാണ്. ഇത് ആൻറ്റി ഏജിങ് ഗുണങ്ങളാൽ സമ്പുഷ്ടമായതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ റെറ്റിനോൾ എന്നും ഇതിനെ പറയാറുണ്ട്. ഇത് നമ്മുടെ മുഖത്തെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ടും നമ്മുടെ മുഖത്ത് എല്ലായ്പ്പോഴും ഒരു യൂത്ത്ഫുൾനെസ് തരാനായിട്ടും വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ സിറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ റെറ്റിനോൾ സിറം തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആശാളി വിത്തെന്നും ഹാലിം സീഡ് എന്നും പറയുന്ന സുന്ദരികളായ വിത്തുകൾ ഒരു 3 ടീസ്പൂൺ എടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഫ്രിഡ്ജിൽ വേണം വെക്കേണ്ടത്, അത് മറന്നു പോകരുത്. അങ്ങനെ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർന്ന് കഴിയുമ്പോൾ പുലർച്ചെ അതൊരു മൃദുവായ ജെല്ലായിട്ട് മാറുന്നു. ഇത് 1 മണിക്കൂർ വെള്ളത്തിലിടുമ്പോഴേക്കും ഈ തരത്തിൽ കുതിർന്നു വരും. പക്ഷേ നമുക്കതിൻ്റെ ആ ജെൽ എക്സ്ട്രാക്റ്റ് മുഴുവനായിട്ട് കിട്ടണം. അതിനാണ് നമ്മൾ ഒരു രാത്രി മുഴുവൻ വെക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. കുറച്ച് പാടാണ് ഇവരിൽ നിന്നും ആ ജെല്ലൊന്ന്
വേർതിരിച്ചെടുക്കാൻ. പക്ഷേ നമുക്കത് എടുത്തല്ലേ പറ്റൂ, അല്ലേ? അപ്പോൾ കണ്ടോ, ഇതേപോലെ കുറച്ച് ജെൽ ഇതിൽ നിന്ന് ലഭിക്കും. അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും ജെല്ലാണ് ഇതിൽ നിന്ന് ലഭിച്ചത്. ഇത് മതി, ഇത് നമുക്ക് ധാരാളമാണ്. ഇനി ഈ ജെല്ലിലേക്ക് 2 ടീസ്പൂൺ അലോവേറ ജെൽ ആഡ് ചെയ്യുക. സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ തരാനും സ്കിൻ നല്ല സോഫ്റ്റ് ആകാനും അതോടൊപ്പം വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ആൻറ്റി ഓക്സിഡൻസ് എന്നിവ ചേർന്ന് നമ്മുടെ സ്കിന്നിനെ ഫേം ആക്കി നിലനിർത്താനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് അലോവേറ. സോ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേറ ജെല്ലാണ്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ ഗ്ലിസറിനാണ്. ഒരു നാച്ചുറൽ ഹ്യൂമെക്റ്റൻ്റാണ് ഗ്ലിസറിൻ. സോ ഒരു മോയ്സ്ചർ മാഗ്നറ്റ് പോലെ ഇത് പ്രവർത്തിക്കുന്നതാണ്. അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം ആകർഷിച്ച് സ്കിന്നിൻ്റെ ആഴങ്ങളിൽ വരെ ഹൈഡ്രേഷൻ എത്തിക്കും. അതുകൊണ്ട് തന്നെ എത്ര വരണ്ട സ്കിന്നും സോഫ്റ്റായും സ്മൂത്തായും മാറുന്നു. സത്യത്തിൽ അത്യന്തം ശക്തമായൊരു സ്കിൻ കെയർ ഹീറോ ആണ് നമ്മുടെ ഗ്ലിസറിൻ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 2 ടീസ്പൂൺ റോസ് വാട്ടറാണ്. ഒരു മഴ പെയ്യുന്ന പോലെ നമ്മുടെ ചർമ്മത്തിലെ ചൂടും ടയേർഡ് ലുക്കും എല്ലാം തണുപ്പിച്ച് നല്ലൊരു ഫ്രഷ്നെസ് തരാനും pH ലെവൽ ബാലൻസ് ചെയ്യാനും പോർസൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാനും റോസ് വാട്ടർ സഹായിക്കുന്നു. ഏത് സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാവുന്ന നല്ലൊരു ഗ്ലോ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് 3 വൈറ്റമിൻ ഇ ക്യാപ്സൂൾ കൂടി ആഡ് ചെയ്യുക. സ്കിന്നിലെ ഡ്രൈനെസ് ഒക്കെ മാറാനും ഏജിങ് സൈൻസ് ഒക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനും ഡാർക്ക് സ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല തൂവെള്ള കളറിൽ ഇതുപോലെ നമുക്ക് ഈ സിറം ലഭിക്കുന്നതാണ്. ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യേണ്ടത്. ഏതാണത്? ബാക്കുച്ചി ഓയിൽ. ആഹാ, അപ്പോൾ കണ്ടില്ലേ, കുറച്ച് പവർഫുള്ളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും നമുക്കതിൽ നിന്ന് ഒരു മാജിക് പോലൊരു സിറം രൂപപ്പെട്ടു വന്നത്. പുറത്തുനിന്ന് വാങ്ങിയതല്ല, നമ്മൾ തന്നെ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത സിറമാണിത്. അപ്പോൾ വലിയ വില കൊടുത്തൊന്നും ഇനി സിറം വാങ്ങേണ്ടതില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു റെറ്റിനോൾ സിറം തയ്യാറാക്കാവുന്നതാണ്. ഇനി നമ്മുടെ ബാക്കി വന്ന ആശാളി വിത്ത് അല്ലെങ്കിൽ ഹാലിം സീഡ് കളയേണ്ടതില്ല. അതിൽ നിന്നും നമുക്കൊരു ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു 4 ടീസ്പൂൺ ഹാലിം സീഡ് എടുക്കുക. എന്നിട്ട് ഇത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കടലമാവ് ആഡ് ചെയ്യുക. നല്ല ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ കടലമാവിന് പകരം അരിപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ തേൻ കൂടി ആഡ് ചെയ്യുക. ശേഷം 1 ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യുക. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. വളരെ നല്ല ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണിത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലും കാലിലുമൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. റിങ്കിൾസൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനും സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി ഫേമായി നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ ഒരു 3 തവണ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വളരെ ഇഫക്റ്റീവായിട്ടുള്ള നമ്മുടെ ഈ ഹോം മെയ്ഡ് റെറ്റിനോളും ഒരു ഫേസ് പാക്കും നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ റെറ്റിനോൾ സിറം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇത് നൈറ്റ് ടൈമിലാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ വലിയ ചിലവുകളൊന്നുമില്ലാതെ ഒരു സിറം തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ വില കൂടിയ പ്രോഡക്റ്റുകളുടെ പിറകെ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ മറന്നു പോവരുതാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. വളരെ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കുക. ഒരു ദിവസം ഉപയോഗിച്ചതിന് ശേഷം അടുത്ത 3 ദിവസം ഉപയോഗിക്കാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സ്കിന്ന് ലഭിക്കുകയുള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള യൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു സ്കിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരു സിറം തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കുക. വളരെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.